എല്ലാവർക്കും സ്വാഗതം. അലീന ശരണ്യനെ ആശ്വസിപ്പിക്കുന്ന സമയത്ത് ശരണ്യ അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവൻ്റെ കൂടെ പോയതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. അപ്പം അലീന പറയും, നീ അവനെ വിശ്വസിച്ചുകൊണ്ടല്ലേ അവൻ്റെ കൂടെ പോയത്, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ പോയത്? അല്ലല്ലോ, അതുകൊണ്ട് മോളുടെ തെറ്റൊന്നല്ല അതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞ് പറയുന്നുണ്ടായിരുന്നു, പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് ബാങ്കിൽ കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നെ പ്രേമിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നല്ല മനുഷ്യരെ ആണിനെയും പെണ്ണിനെയും ഒന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് മോൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കൊന്നും ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ നാട്ടുകാർ പറയും, മോള് അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് പഠിക്കേണ്ട സമയത്ത് പഠിച്ചാൽ പോരായിരുന്നോ, പ്രേമിക്കാൻ പോയിട്ടല്ലേ എന്നൊക്കെ പറയും. പക്ഷേ മോൾ അതൊന്നും കാര്യമാക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അലീനയാണെങ്കിലും ശരണ്യയുടെ അമ്മയ്ക്കാണെങ്കിലും ഇതെല്ലാം കണ്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ശരണ്യാണെങ്കിൽ അലീനയോട് സംസാരിക്കുന്നൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ കണ്ട് ശരണ്യയുടെ അമ്മ അവിടെ തന്നെ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ. അലീനയാണെങ്കിൽ ശരണ്യനെ ഇങ്ങനെ അലീനയുടെ തോളിലേക്ക് ഇങ്ങനെ തല ചായച്ച് കിടത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരണ്യയുടെ അമ്മ അവിടെ നിന്ന് അങ്ങ് പോവേ. ഇതെല്ലാം കണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് അലീന ശരണ്യനോട് പറയുന്നുണ്ടായിരുന്നു, ഏത് സമയം ഇങ്ങനെ കിടക്കല്ലേ, മോള് മുഖമൊക്കെ ഒന്ന് കഴുകി നല്ല ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ശരണ്യയുടെ അമ്മയാണെങ്കിലും അച്ഛൻ്റെ ആങ്ങളമാരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശരണ്യയുടെ അച്ഛൻ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അമ്മ വരുന്ന കാണുമ്പോൾ തന്നെ എന്തായി എന്ന് ചോദിച്ചിട്ട് ഭയങ്കര ആകാംക്ഷയോടുകൂടി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു, മോള് എഴുന്നേറ്റിട്ടുണ്ട്, അതുപോലെ തന്നെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരണ്യയുടെ ആങ്ങളെ ചോദിക്കുന്നുണ്ട്, ശരണ്യ എഴുന്നേറ്റോ, സംസാരിച്ചോ എന്നൊക്കെ ഭയങ്കര ആകാംക്ഷയോടുകൂടി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴും അതുപോലെ തന്നെ അലീന ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ശരണ്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ശരണ്യയുടെ അമ്മ പറയുന്ന സമയത്ത് ഗോപനാണെങ്കിലും പറയുകയാണ്, എനിക്ക് എന്തോ ഒരു സംശയമുണ്ട് അവരിങ്ങോട്ട് വന്നേലേ എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരണ്യയുടെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ അവിടെ സംശയം വെച്ചുകൊണ്ട് അവിടെ ഇരുന്നോ, ആ പെങ്കൊച്ച് ഇപ്പോൾ നിനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പോൾ സംശയം വെച്ചുകൊണ്ട് ജയിലിൽ കിടന്നേനെ, അത് മറക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യയുടെ അമ്മ പറയുമ്പോൾ, ആ കുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നതല്ലേ, അതിന് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്ന് ശരണ്യയുടെ അച്ഛൻ ചോദിക്കും കേട്ടോ. അപ്പം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശരണ്യയുടെ അമ്മ അവിടെ നിന്ന് പോവേ. പിന്നീട് ശരണ്യാണെങ്കിൽ മുഖമൊക്കെ കഴുകി നല്ല ഫ്രഷ് ആയിട്ട് വരുന്ന സമയത്ത് അലീന തോർത്തൊക്കെ എടുത്തിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുടിയൊക്കെ ചീകി ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല സുന്ദരി മോളാണല്ലോ എൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞ് നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ 2 പ്ലേറ്റിൽ കഴിക്കാനുള്ളതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പ്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് അലീനയോട് പറയുന്നുണ്ട്, ഇത് മോൾക്കുള്ളതാണെന്ന്. അപ്പോൾ ഇത് ഒരെണ്ണം മതി, ഇതിൽ നിന്ന് കഴിച്ചോളാം ഞങ്ങൾ 2 പേരും കൂടെ എന്ന് പറയും. എന്നിട്ട് അലീന അവിടെ ബെഡിലിരുന്നിട്ട് ആദ്യം ശരണ്യയ്ക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ ശരണ്യ പറയുന്നുണ്ടായിരുന്നു, അത് ചേച്ചിക്കുള്ളതാണെന്ന്. അപ്പോൾ അലീന പറയും, നമുക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് കഴിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും, എനിക്ക് ഇതുപോലെ ഒരു അനിയത്തിയുണ്ട്, രേവതിക്കുട്ടി എന്നാണ് പേര്, അവൾക്കും ഞാൻ ഇതുപോലെ ചോറൊക്കെ വാരി കൊടുക്കാറുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരണ്യയ്ക്കാണെങ്കിൽ സങ്കടം വരികയാണ് കേട്ടോ, കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ അലീന ചോദിക്കും, എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരണ്യ പറയുന്നത് സന്തോഷം കൊണ്ടാണെന്നാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ശരണ്യയുടെ അമ്മയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശരണ്യ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണുകയാണല്ലോ. ശരണ്യ അതുവരെ ഒന്നും കഴിക്കാറൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ശരണ്യയുടെ അമ്മ. അത് കഴിഞ്ഞ് പിന്നീട് മനു അലീനേനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ കിട്ടുന്നില്ല, 2 തവണ വിളിക്കുന്നുണ്ട്, അപ്പോഴും റേഞ്ച് ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് മനു കൃഷ്ണമോളെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളെ കോൾ എടുക്കുന്ന സമയത്ത് മനു ചോദിക്കുന്നുണ്ട്, അലീന അവിടെ ഇല്ലേ മോളെ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന ചേച്ചി പുറത്ത് പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ, എവിടേക്കാണ് പോയതെന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയും, ആ കണ്ണാടിപ്പറമ്പ് കോളനിയിലേക്കാണ് പോയിട്ടുള്ളതെന്ന് പറയും കേട്ടോ. മനുവേട്ടനോട് പറഞ്ഞില്ലായിരുന്നു അലീന ചേച്ചി പോകുന്ന കാര്യം എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ടായിരുന്നു, ആ പോകുന്നതിന് മുന്നേ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പോയ ശേഷം എന്നെ വിളിച്ചിട്ടില്ല, അവിടെ എത്തി ശേഷം ഒന്ന് വിളിക്കണ്ടേ, അത് ഇതുവരെ ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, നിന്നെ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയും, അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയമായില്ലേ, അവൾ എന്തിനാ ഇത്രയും സമയം അവിടെ ഇങ്ങനെ നിൽക്കുന്നത്, അവൾക്ക് അവിടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ച് വന്നൂടെ, അല്ലെങ്കിലും ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, അവൾ ബാലചന്ദ്രമേനോൻ്റെ വീട്ടിലെ കുട്ടിയല്ലേ എന്ന് പറയുവേ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി എവിടത്തെയും കുട്ടിയല്ല, സ്നേഹനികേതനിലെ കുട്ടിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചേച്ചി അങ്ങനെയാണ്, അലീന ചേച്ചി ജനിച്ചതും വളർന്നതൊന്നും ഒരു കുടുംബത്തിലല്ലല്ലോ, സ്നേഹനികേതനത്തിലല്ലേ, അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്കൊക്കെ ആശ്വാസം പകരാന്ന് വെച്ചാൽ അലീന ചേച്ചിക്ക് അത് വലിയ കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ, അലീനനെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് കേട്ടോ മനു പറയുന്നത്. അപ്പോൾ എനിക്ക് അലീന ചേച്ചീനെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, അച്ഛനും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്നേഹനികേതൻ ഇനിയും തുറക്കാൻ പറ്റിയിരുന്നെങ്കിൽ അലീന ചേച്ചി നമ്മളൊക്കെ വിട്ട് അവിടേക്ക് പോയിരുന്നേനെ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, എന്തായാലും ഞാൻ ഒന്നുകൂടെ വിളിച്ച് നോക്കട്ടെ, മോള് കോൾ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ബാലചന്ദ്രമേനോൻ സ്റ്റേഷനിലേക്ക് ചെന്നതാണ് കേട്ടോ. കടകളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SI അതൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു,
നിങ്ങൾക്ക് ഷോപ്പ് തുറക്കാൻ പോലീസ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ആൾക്കാരുടെ രോഷവും അമർഷമൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു മുൻകരുതൽ എടുക്കണമല്ലോ. 10 ദിവസമായി കടകളൊക്കെ അടച്ചിട്ടിട്ട് 50ഓളം പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആൾക്കാർ കടയൊക്കെ കത്തിച്ചാലോ എന്നുള്ളതൊക്കെ സംശയമൊക്കെ ബാലചന്ദ്രൻ പറയുന്ന സമയത്ത് SI പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും ആൾക്കാർ ചെയ്യില്ല. നിങ്ങളുടെ കട കത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈനിലുള്ള 50 കടകളും കത്തിപ്പോവും. അതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കട തുറന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് SI പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ കട തുറക്കുന്ന സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് നോക്കിയിട്ട് പോരാം, വേണമെങ്കിൽ 2 പോലീസുകാരെ ഉച്ചവരെ അവിടെ നിർത്തുകയും ചെയ്യാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് അത് കഴിഞ്ഞ് മകൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണല്ലേ, ജാമ്യം കിട്ടാൻ വഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ അനുഭവിച്ചോട്ടെ, ഞാൻ എന്തായാലും വളഞ്ഞ വഴിക്കൊന്നും പോകുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ഷോപ്പൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് SI പറയുമ്പോൾ 3 കടകളുണ്ടല്ലോ, അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് വെച്ച് തുറക്കാമെന്നാട്ടോ പറയുന്നത് ബാലചന്ദ്രൻ. അപ്പോൾ SI പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എല്ലാ കടകളും ഒരുമിച്ച് തന്നെ തുറന്നോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടുന്ന് തിരികെ പോരുന്നുണ്ട്. വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഗോവർദ്ധനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഗോവർദ്ധനോട് തിരക്കിലാണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഒന്ന് കടപ്പാട്ടൂരിലേക്ക് വാ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ഗോവർദ്ധനോട് തിരികെ ചോദിക്കുന്നുണ്ടായിരുന്നു, അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ എന്ന്. അല്ല, അത്യാവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഷേവൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ സാവധാനം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കോൾ കട്ട് ചെയ്യേ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തും. കൃഷ്ണജിയാണ് വന്ന് ഡോറ് തുറന്നു കൊടുക്കുന്നത്. അപ്പോൾ അലീന എത്തിയില്ലേ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ എത്തിയിട്ടില്ല എന്ന് പറയും. ഇനി വല്ല പ്രശ്നമൊന്നും ഉണ്ടായോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അലീന. അവിടെ ചെന്നിട്ട് അപ്പോൾ ബാലേന്ദ്രനോട് കൃഷ്ണജി പറയുന്നുണ്ടായിരുന്നു, അവിടെ എത്തിയിട്ട് ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയേ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നുകൂടെ വിളിച്ച് നോക്കട്ടെ എന്ന് പറയും. ബാലേന്ദ്രൻ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണജ വീണ്ടും അലീനനെ വിളിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല കേട്ടോ. പരിധിക്ക് പുറത്ത് തന്നെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് സുലോചനയും ഗോവർദ്ധനും കൂടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുലോചന നമുക്ക് ചേച്ചിയുടെ അടുത്ത് കയറിയിട്ട് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ട, നമുക്ക് തിരിച്ച് വരുമ്പോൾ കയറാമെന്നാണ് ഗോവർദ്ധൻ പറയുന്നത്. അപ്പോൾ ചേച്ചി ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ അവിടെ ഒറ്റയ്ക്ക് കിടക്കില്ലേ എന്നൊക്കെയാണ് സുലോചന പറയുന്നത്. അപ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അവരെന്ത് വന്നാലും ഫേസ് ചെയ്തോളും, അവർക്ക് അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ. അപ്പോൾ എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബമാണെന്നൊക്കെ സുലോചനയും പറയുന്നുണ്ട് കേട്ടോ. ബാലേട്ടനെ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു ആവോ എന്ന് പറയും. ഗോവർദ്ധൻ പറയും, സ്വന്തം മകനല്ലേ ജയിലിൽ കിടക്കുന്നത്, അപ്പോൾ ആർക്കും മനസ്സമാധാനമൊന്നും ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് വീട്ടിലേക്ക് എത്തും. കൃഷ്ണജിയാണ് വന്ന ഡോറ് തുറക്കുന്നത് കേട്ടോ. ബബിത അവിടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുലോചന ചോദിക്കുന്നുണ്ട്, എന്താടി മോളെ നീ കഴിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ആ ഗേറ്റിനപ്പുറത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് വാങ്ങിയതാണ്, എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് പറയും കേട്ടോ. അപ്പോൾ സുലോചന പറയുന്നുണ്ടായിരുന്നു ബബിതയോട്, ഞാൻ വീട്ടിലുണ്ടാക്കിയ കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം ടേബിളിലേക്ക് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ അതിന്ന് ബബിത എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നീട് അലീന എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, അലീന ചേച്ചി ശരണ്യനെ കാണാൻ വേണ്ടിയിട്ട് കണ്ണാടിപ്പറമ്പ് കോളനിയിലേക്ക് പോയതാന്ന് പറയേ. അപ്പോൾ ആരാ ശരണ്യ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് സുലോചന. അപ്പോൾ ഗോവർദ്ധൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ പെൺകുട്ടി കാരനാണല്ലോ ഇപ്പോൾ രോഹിത്തും അതുപോലെ തന്നെ ഹരിയൊക്കെ ജയിലിൽ കിടക്കുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവൾ പത്രമൊന്നും വായിക്കാറില്ല, അതുകൊണ്ടാണ് അവൾക്ക് മനസ്സിലാവാതിരുന്നതെന്ന് പറയുമ്പോൾ സുലോചന പറയുന്നുണ്ടായിരുന്നു, അതിപ്പോൾ പത്രത്തിൽ പേരൊന്നും കാണില്ലല്ലോ, അതിജീവിത എന്നല്ലേ കാണുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലായില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ബബിതയാണെങ്കിലും പിന്നീട് അലീനെ കുറ്റപ്പെടുത്തി അങ്ങ് സംസാരിക്കുകയാണ്. സുലോചനയും ചോദിക്കുന്നുണ്ട്, അലീന എന്തിനാ അങ്ങോട്ടേക്ക് പോയത്, അവിടെ പോവേണ്ട കാര്യം എന്താണ്. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അതന്നെയാണ് ഞാനിവിടെ എല്ലാവരോടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ അതിനിവിടെ ആർക്കും മറുപടിയില്ല. അലീന ഇതുപോലെയാണ്, അവൾക്ക് ഇതുപോലെ ഇടയ്ക്ക് ഒരു സൂക്കേട് ഇങ്ങനെ ഇളകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി അവളെ ആശ്വസിപ്പിച്ചാലേ സമാധാനം കിട്ടുള്ളൂ. ഇന്നലെ അവിടെ അവൾ പോയപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇല്ല എന്നിങ്ങനെ സുലോചന പറയുന്ന സമയത്ത്, അവൾ അവിടെ ഇന്നലെ പോയ സമയത്ത് ആളുകളെല്ലാവരും കൂടെ അവളെ വളഞ്ഞിട്ട് തലവഴി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എന്ന് പറയും കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് ചോദിക്കുകയാണ്, എന്തിനാ ചേച്ചി വെറുതെ കള്ളം പറയുന്നത്, ആരെയാ കത്തിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അവളെ ഇങ്ങനെ കത്തിക്കാൻ വേണ്ടി തലവഴി മണ്ണെണ്ണ ഒഴിച്ച് തീപ്പെട്ടി ഇങ്ങനെ ഉരച്ചല്ലോ, പക്ഷേ ആ തീപ്പെട്ടിക്കമ്പ് കത്തിയില്ല, തലനാരി ഇഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ബബിത. അപ്പോൾ സുലോചനയും പറയുന്നുണ്ടായിരുന്നു, അവളിങ്ങനെ നമ്മുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്, എന്തിനാ അങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെയായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിൽ ബാലറ്റിന് സമ്മതിച്ചു അവളെ പോകാനെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പിന്നെ അവൾ എന്ത് ചെയ്താലും അതിന് കൂട്ട് നിൽക്കുകയല്ലേ ചെയ്യുള്ളൂ എന്നാണ് കേട്ടോ ബബിത പറയുന്നത്. അപ്പോൾ സുലോചന പറയുന്നുണ്ടായിരുന്നു, അവൾ അവിടേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, നമ്മുടെ കൂടെയല്ലേ നിൽക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ
പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, ബബിതേച്ചീൻ്റെ അത്രയും പ്രായമില്ലാത്തൊരു പെൺകുട്ടീനെയാണ് 4 പേരും കൂടെ നശിപ്പിച്ചിട്ടിരിക്കുന്നത്. ചേച്ചി പിന്നെ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? ദ്രോഹിച്ചവരുടെ കൂടെയാണോ അതോ ദ്രോഹിക്കപ്പെട്ടവരുടെ കൂടെയാണോ? ചേച്ചി എന്തായാലും ദ്രോഹിക്കപ്പെട്ടവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. ചേച്ചി അതാണ് പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കൃഷ്ണമോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സുലോചന ചോദിക്കുന്നുണ്ടായിരുന്നു, ബാലേട്ടൻ അവളെ അങ്ങോട്ടേക്ക് പോകാൻ സമ്മതിച്ചോ എന്ന്. അപ്പോൾ അച്ഛന് പിന്നെ അവൾ എന്ത് ചെയ്താലും അതിനെല്ലാം സപ്പോർട്ടാണല്ലോ എന്ന് ബബിത പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സുലോചന പറയും, ബാലേട്ടൻ അവളെ അങ്ങോട്ടേക്ക് പോകാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ന്യായം കാണുമെന്ന് പറയുമ്പോൾ ബബിതയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് പോവും. അപ്പോൾ ബാലേന്ദ്രൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ എന്താടി ദേഷ്യം എന്ന് ചോദിക്കും ബബിതയോട്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് അങ്ങ് കയറി പോവേ. പിന്നീട് സുലോചനയോടും ഗോവർദ്ധനോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വന്നിട്ട് കുറേ സമയമായോ അത് ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് ചോദിക്കും. സുലോചന പറയും, ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എന്ന് കേട്ടോ. എന്നിട്ട് കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, അലീന പിന്നെ വിളിച്ചിരുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ കൃഷ്ണമോള്. പിന്നീട് സുലോചനയോട്, ഞാൻ ഗോവർദ്ധനോട് ഇങ്ങനെ വരാൻ പറഞ്ഞപ്പോൾ നീയും കൂടെ ചാടി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുലോചന പറയും, ഞാൻ മക്കളെ കാണാൻ വന്നതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ടേബിളിൽ ഇരിക്കുന്ന പലഹാരമൊക്കെ ബാലേന്ദ്രൻ കാണുന്ന സമയത്ത് ഇതെല്ലാം നീ കൊണ്ടുവന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേന്ന് പറയും കേട്ടോ സുലോചന. വൈജി ഇവിടെ ഇല്ലാത്തത് നന്നായി, അവൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഇവിടെ ആവശ്യമില്ലായിരുന്നു. ഇന്നലെയും കൂടെ ഒരു ടിന്ന് പലഹാരം എടുത്ത് കളഞ്ഞതേ ഉള്ളൂ. ഇവിടെ ഇതൊന്നും കുട്ടികൾ കഴിക്കില്ല, അവർക്ക് പിസ്സ ബർഗർ അതൊക്കെ പറ്റുള്ളൂ. നീ ഇത് കൊണ്ടുപോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞേനേന്ന് പറയൂ കേട്ടോ. അപ്പോൾ സുലോചന പറയുന്നുണ്ടായിരുന്നു, ആ ചേച്ചി മുൻപും എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇങ്ങനെ നാണക്കേടാവും എനിക്കെന്ന് പറയുമ്പോൾ അത് നാണക്കേടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൾ പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സുലോചനയോട് പറയും, നീ ഇവർക്ക് ചായ എന്തെങ്കിലും കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സുലോചന അടുക്കളയിലേക്ക് പോകും. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് സുലോചനയുടെ പിറകെ പോകുന്നുണ്ട് കേട്ടോ കിച്ചണിലേക്ക്. അവരങ്ങ് കിച്ചണിലേക്ക് പോയി കഴിയുമ്പോൾ ഗോവർദ്ധനെ വിളിച്ചുകൊണ്ട് ബാലേന്ദ്രനാണെങ്കിലും അവിടെ സോഫയിൽ ചെന്നിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗോവർദ്ധനോട് ചോദിക്കും, നമുക്ക് ഇങ്ങനെ പോയാൽ മതിയോ, ഷോപ്പൊക്കെ തുറക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേട്ടന് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് തുറക്കാം, കുഴപ്പമൊന്നുമില്ല എന്നാട്ടോ ഗോവർദ്ധൻ പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല, ഞാൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുവേ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു, ശിവൻ ആരോടോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ശരണ്യമായിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അലീനയ്ക്ക് കഴിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ സൗദാമിനി അമ്മേനോട് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും ഇവിടുന്ന് പോകാൻ പറ്റില്ല, തലയിലെഴുത്ത് മുഴുവൻ അനുഭവിക്കാതെ. എന്നിട്ട് പറയുകയാണ്, കല്യാണത്തിന് മുന്നേ ഇങ്ങനെ പഴിച്ചു പോയ ഒരു സ്ത്രീക്ക് നല്ലൊരു ഭർത്താവിനെയും ഒരു കുടുംബത്തെ ഉണ്ടാക്കി കൊടുത്ത സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നോ ആ കെടാവിളക്ക് അണയാതെ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അമ്മ ഇങ്ങനെ പൊന്നുമോൾക്ക് പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഒരു മറുപടി ഇല്ലാതെ തല താഴ്ത്തിയിരിക്കുകയാണ് കേട്ടോ സൗദാമിനി അമ്മ. ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്